why not choose to become a doctor? Why not serving society? ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ആയി. NBMS എന്ന മെസ്സേജ് വന്നു. അതായത് എൻ്റെ സിഗ്നേച്ചർ പ്രോപ്പർ അല്ല, ഇനി വല്ല പ്രശ്നം ഉണ്ടാവുമെന്നൊന്ന് പേടിച്ചു. പക്ഷെ ഞങ്ങളൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തു. ഞങ്ങൾക്ക് പഠനം കണ്ടിന്യൂ ചെയ്യണം. ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണം തന്നെ ഒരു ഉറച്ച തീരുമാനം എടുത്തു ഞങ്ങളുടെ ബാച്ച് മൊത്തം. Hello everyone, welcome to SECO International. Shiva this side. I will be your host for the day. As we all know, the FMG 2026 results are out, and we have very interesting stories to share with you. So we have with us today Dr. Sharon, who has qualified her examination. Congratulations, doctor. Thank you so much. Okay. First thing first. റിസൾട്ട് വന്ന ദിവസം എന്തായിരുന്നു? ചെക്ക് ചെയ്തതിന് ശേഷം ക്ലിയർ ആയി എന്ന് കണ്ടപ്പോഴത്തേക്കുള്ള ആ ഒരു ഫീലിങ്സ് എങ്ങനെയായിരുന്നു? അത് സത്യം പറഞ്ഞ എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഞാന് ആദ്യം നമ്മുടെ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് നമ്മളെല്ലാം കൊടുക്കുമല്ലോ, നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ് കൊടുത്തു. രണ്ടാമത്തെ വട്ടം അത് വിൻഡോ പറഞ്ഞു, അതായത് മെസ്സേജ് നമുക്ക് വന്നു, NBMS എന്ന മെസ്സേജ് വന്നു, അതായത് എന്റെ സിഗ്നേച്ചർ പ്രോപ്പർ അല്ല. അപ്പോ ഞാനൊന്ന് പേടിച്ചു, സിഗ്നേച്ചറിന് ഇനി വല്ല പ്രശ്നം ഉണ്ടാവുമെന്നൊന്ന് പേടിച്ചു. അപ്പൊ ജസീർക്കാനൊക്കെ വിളിച്ചു. ജസീർക്കും അതുപോലെ തന്നെ സീക്കോ എറൈസ് ടീം അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ധൈര്യമായിട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞവര് എന്നെ എന്റെ ആ ഒരു കൺസേൺ തന്നെ ഒന്ന് മാറ്റിക്കളഞ്ഞു. So they were really helpful at that time. They were helping me during my difficult times. And I'm so grateful to SECO International, and I'm so proud to be SECO International student. Okay, great. Let's go back. അല്ലെങ്കിൽ നമുക്ക് പാസ്റ്റിലോട്ട് പോവാം. ഒരു വലിയൊരു ഡിസിഷൻ ആണ് അല്ലെ MBBS പുറത്ത് നിന്ന് പഠിക്കുക എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഡോക്ടർ എങ്ങനെയാണ് ആ ഒരു ഡിസിഷനിലോട്ട് എത്തിയത്? എങ്ങനെയാണ് അത് ഡിസൈഡ് ചെയ്തത്? അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി, വാട്ട് വാസ് ദി മെയിൻ റീസൺ വൈ യു ചോസ് ടു സ്റ്റഡി അബ്രോഡ്? എനിക്ക് ചെറുപ്പത്തിലെ ഇങ്ങനെ ഒരു ഡോക്ടർ ആവണം എന്ന് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആരുടെ അടുത്തും പറഞ്ഞില്ല. 12th ആയപ്പോ എനിക്ക് തോന്നി, വൈ നോട്ട് ചൂസ് ടു ബിക്കം എ ഡോക്ടർ, വൈ നോട്ട് സർവിങ് സൊസൈറ്റി എന്ന ഒരു ഇത് എന്റെ മനസ്സിൽ വന്നു. സോ അങ്ങനെ ഞാൻ പപ്പയുടെ അമ്മയുടെ അടുത്ത് ആഗ്രഹം പറഞ്ഞു. സോ ദേ സ്റ്റൂഡ് ബൈ മീ. നോട്ട് ഓൺലി മൈ പാരന്റ്സ്, മൈ ഫാമിലി മെമ്പേഴ്സ് സ്റ്റൂഡ് ബൈ മീ. എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗ്രാൻഡ് പാരന്റിനെ നഷ്ടപ്പെട്ടു. So by then too, I made a strong decision that I will study medicine at any cost. And ആ ഒരു ടൈമിൽ എനിക്ക് എക്സാമിനേഷൻ ആയിരുന്നു. അപ്പൊ എനിക്ക് എന്റെ ഗ്രാൻഡ് പാരന്റിനെ കാണാനായിട്ട് പറ്റിയില്ല. അപ്പോ അത് തുടങ്ങി ഇപ്പോ ഇവിടം വരെ ഇങ്ങനെ നിൽക്കുന്നു, സക്സസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്റെ സ്റ്റോറി. ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. പുറത്ത് പോയി പഠിക്കാനെടുത്ത തീരുമാനം അത് ആദ്യമേ തന്നെ പുറത്ത് പോയി പഠിക്കാനായിരുന്നോ ഇൻട്രസ്റ്റ്, അതോ ഇന്ത്യയിൽ പഠിക്കാൻ നീറ്റൊക്കെ എഴുതിയിട്ട് തന്നെയല്ലേ പോയത്? എന്തായിരുന്നു അൾട്ടിമേറ്റ്ലി ഇതിലോട്ട് എത്താനുള്ള റീസൺ എന്തായിരുന്നു? അതായത് ഒന്നാമത്തത് എന്റെ പാരന്റ്സ് തന്നെ, എന്റെ പപ്പയ്ക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു ഞാൻ ഡോക്ടർ ആവണമെന്ന്. പിന്നെ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ആഗ്രഹത്തിനോട് തന്നെ ഫോർവേഡ് ചെയ്ത് പോയി. ആൻഡ് നമ്മളത് ഡിസിഷൻ എടുത്തു. നീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ അതോ എത്ര അറ്റംപ്റ്റ് ചെയ്തായിരുന്നു നീറ്റ്? ഇല്ല, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ആയി. അത് കഴിഞ്ഞ് പോവുകയാണ് ചെയ്തത്. ഡോക്ടർ ഏത് വർഷമാണ് പോകുന്നത്? ഞാൻ 2018 എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് കുറെ ഡ്രീംസ് ആയിട്ട് ഞാൻ പോയത് ഗ്വാൻഷി മെഡിക്കൽ യൂണിവേഴ്സിറ്റി ചൈനയിലായിരുന്നു. സോ ഫ്രം ദെയർ നമുക്ക് ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നു. ആൻഡ് അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നമ്മുടെ ഫാമിലിക്കും പിന്നെ നമ്മൾ സ്റ്റുഡൻസിനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു ആ ഒരു സമയത്ത്. പക്ഷെ ഞങ്ങളൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തു. ഞങ്ങൾക്ക് പഠനം കണ്ടിന്യൂ ചെയ്യണം. ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണം തന്നെ ഒരു ഉറച്ച തീരുമാനം എടുത്തു ഞങ്ങളുടെ ബാച്ച് മൊത്തം. ഞാനും അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചൊരു ട്രാൻസ്ഫർ എടുത്തു ഈ കൗക്കാസസ് യൂണിവേഴ്സിറ്റി ജോർജിയയിലേക്ക്. ആൻഡ് അവിടെ ഞങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ മെഡിസിൻ പഠനം ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റി അവിടെ നിന്ന്. You have experienced two different scenarios അല്ലെ? അല്ലെങ്കിൽ started with China, you moved to Georgia and you completed your studies there. So if we do a fair comparison,
with both the places? എന്താണ് മേജർ ഒരു വ്യത്യാസമായിട്ടോ അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഡിസഡ്വാൻറ്റേജ് ആയിട്ടും ഒക്കെ തോന്നിയിട്ടുള്ളത് ഈ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ? എനിക്ക് 2 സ്ഥലങ്ങളും നല്ലോണം ഇപ്പൊ മിസ്സാവുന്നുണ്ട്. ഇപ്പൊ അവിടന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോ നമുക്ക് അവിടുന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തെല്ലാം നമുക്ക് വിഷമാവുന്നുണ്ട്. അവിടെ നല്ലോണം മിസ്സാവുന്നുണ്ട്. ഇപ്പൊ മെയിനായിട്ട് ഗ്വാൻഷി പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നമുക്ക് നല്ല ക്ലിനിക്കൽ പ്രാക്ടീസ് കിട്ടിയ ഒരു സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ നല്ല സ്റ്റഡീസ് ആയിരുന്നു അവിടുത്തെ. അതുപോലെ അവിടുത്തെ ഫുഡ് ഒരിക്കലും ലൈഫ് എക്സ്പീരിയൻസ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ അത് നമ്മള് ജോർജിയയിൽ പഠിക്കുമ്പോഴും ചെറുതായിട്ട് മിസ് ചെയ്തിരുന്നു. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ജോർജിയയിൽ ഉണ്ടായിരുന്നു. കുറെ ഫ്രണ്ട്സിന് കിട്ടി. നല്ലൊരു യൂണിവേഴ്സിറ്റി അറ്റ്മോസ്ഫിയർ കിട്ടി. ആൻഡ് ഈവൻ വി got a friendly administrative in our university. Even teachers were really awesome and they taught us many things. I see you as a very much positive person, but നമ്മൾ ഈ പാൻഡമിക് സിറ്റുവേഷൻ മാറ്റി നിർത്തുവാണെങ്കിൽ ഇൻ യുവർ ത്രൂ ഔട്ട് യുവർ അബ്രോഡ് ജേർണി അല്ലെങ്കിൽ പുറത്ത് പോയി പഠിച്ച MBBS പഠിക്കാൻ പോയപ്പോഴത്തേക്കും ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് എന്തായിരുന്നു ഡോക്ടറിന്? ചലഞ്ചിങ് ആയിട്ടുള്ളത് സത്യം പറഞ്ഞാല് നമ്മള് 2018 ഇപ്പൊ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ പോയതാണ്. അപ്പോ എനിക്ക് എന്റെ ഫാമിലീനെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. അതാണ് മെയിൻ ആയിട്ട് ഒരു ഫാക്ടർ വന്നിരുന്നത്. പക്ഷേ അറ്റ് ദാറ്റ് ടൈം മൈ ഫ്രണ്ട്സ്, മൈ കൊളീഗ്സ്, ഈവൻ ദ യൂണിവേഴ്സിറ്റി മെമ്പേഴ്സ്, ടീച്ചേഴ്സ്, എവരിവൺ they supported me a lot. അങ്ങനെയാണ് ആ ഒരു മേജർ ചലഞ്ച് വിത്ത്സ്റ്റാൻഡ് ചെയ്തത്. വിത്ത്സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ഗ്രേറ്റ്. ആൻഡ് കമ്മിങ് ടു യുവർ FMG ജേർണി. സോ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ആയി. ദെൻ FMG എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തു. ടോട്ടൽ എത്ര അറ്റംപ്റ്റ്സ് ഡോക്ടർ ചെയ്തു ആൻഡ് എത്രാമത്തെ അറ്റംപ്റ്റിലാണ് ക്വാളിഫൈ ആയത്? ആൻഡ് ഹൗ ഡിഡ് യു ഗെറ്റ് ത്രൂ ദ സെയിം? ആക്ച്വലി ഇത് എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ 2025 ഗ്രാജുവേറ്റ് ആണ് ഫ്രം കൗക്കസസ് യൂണിവേഴ്സിറ്റി ജോർജിയ. ആൻഡ് ഈ ഒരു ടൈമില് എനിക്ക് കുറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ടൈമില് എനിക്ക് എന്റെ വെഡിങ് പ്രിപ്പറേഷനും ഗോയിങ് ഓൺ ആണ്. അതേ ടൈമിൽ എനിക്ക് എന്റെ സ്റ്റഡീസും ബാലൻസ് ചെയ്യേണ്ടി വന്നു. ഇറ്റ് വാസ് റിയലി ഹാർഡ് ഫോർ മീ. സോ ഈ ഒരു സമയത്താണ് എനിക്ക് എല്ലാം നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ടൈമില് എനിക്ക് എന്റെ പാരന്റ്സ്, എന്റെ ഫിയാൻസി, ഈവൻ എന്റെ ഫാമിലി മെമ്പേഴ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവർ കാരണം എനിക്ക് എല്ലാ ഡിഫിക്കൽട്ടീസും ഓവർകം ചെയ്യാനായിട്ട് പറ്റി. ആൻഡ് മെയിൻലി സിക്കോ ഇന്റർനാഷണൽ, ഐ എം താങ്ക്ഫുൾ ടു യു ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ എം സിക്കോ സ്റ്റുഡന്റ്. ഈവൻ എന്റെ റൈസ് ടീം, ദ വോൾ റൈസ് ടീം ഹെൽപ്ഡ് മീ. ഞാൻ പല സമയത്തും എനിക്ക് ക്ലാസ്സസ് മിസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ യൂട്യൂബ് കണ്ട് അത് ബാലൻസ് ചെയ്യലും അങ്ങനെയൊക്കെ ചെയ്തു. കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും എനിക്ക് നല്ലൊരു സക്സസ് തന്നു. ദൈവം അനുഗ്രഹിച്ചു. ഐ എം താങ്ക്ഫുൾ ടു ഗോഡ്. Congratulations in advance for your wedding as well. Right, but yeah, every story is different, right? So Yes, one yes. person, yeah, you are having your wedding simultaneously and you are doing an exam prep and having it cleared, that is something really inspiring. So doctor, ഈ നമ്മളിപ്പോ ഈ സംസാരിക്കുന്നത് മേ ബി നാളെ ഒരു അസ്പയറിംഗ് ഡോക്ടർ അല്ലെങ്കിൽ ഡോക്ടർ ഷാരോൺ 12th സ്റ്റാൻഡേർഡിൽ ഇരുന്ന സമയത്ത് അല്ലെങ്കിൽ അതേ സിറ്റുവേഷനിലുള്ള ഒരു കുട്ടി ഇപ്പൊ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും. An aspiring doctor will be watching Yes, this interview. yes. So as a qualified doctor, what would you like to tell them? ഒരു സീനിയർ എന്നുള്ള രീതിയിൽ എന്താണ് അവരോട് പറയാനുള്ളത്? So my message to all upcoming doctors, keep going. Your sacrifice will definitely strengthen you to get a better tomorrow. Your effort will definitely get paid off. Be sincere and dedicated to your profession. Thank you so much, everyone, for praying for me. And thank you, SICO, for standing by us all these years. And I'm proud to be a SICO student. Thank you so much, Dr. Sharon. Yeah, as we all know, it's just a beginning, and for a doctor, learning never ends, right? So Yes. continuously നമ്മൾ പഠിക്കുകയാണ്. ഇനിയും നമുക്ക് ഒരുപാട് സ്റ്റെപ്സ് ബാക്കിയുണ്ട്. സോ അതെല്ലാം വളരെ നന്നായിട്ട് കംപ്ലീറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. I wish you all the very best for your future. And once again, thank you so much for sparing some time amid all this hurries and everything. It means a lot. We hope to see you soon at the office. Yeah, thank you so much, Yes, Doctor. sure. Thank you so much for calling. Thank you so much, Doctor. Thank you.